ഏറെ വിവാദമായ കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കാണ് ആ സംഭവം വഴിവെച്ചത്. ഒടുവിൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ാം തീയതി കോടതി വിധി പറയും. എല്ലാ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം നടന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. ഇതിനുശേഷം 27 തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കേസ് വിചാരണ കോടതി മാറ്റിവെച്ചത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ആകെ 9 പ്രതികളുണ്ട്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നടൻ ദിലീപ് 8-ാം പ്രതിയുമാണ്. അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത്. കഴിഞ്ഞ വർഷം വിചാരണ നടപടികൾ പൂർത്തിയായെങ്കിലും അന്തിമ നടപടിക്രമങ്ങൾ 1 വർഷത്തിലധികം നീണ്ടു. 2017 ഫെബ്രുവരി 17-ന് അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് യുവനടി ആക്രമിക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 10-ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്നും പുറത്താക്കി. 85 ദിവസങ്ങൾക്ക് ശേഷം 2017 ഒക്ടോബർ 3-ന് 8-ാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ.